CRP ഫൈറ്റ് ക്ലബ്ബ് എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹംപി എപ്പിസോഡിൻ്റെ 10ാമത്തെ എപ്പിസോഡാണിത്. ഈ വീഡിയോ എടുത്തത് രാത്രിയായിരുന്നു. കാരണം നമ്മൾ ഏകദേശം ലൊക്കേഷനൊക്കെ കണ്ട് വന്നിട്ട് ലാസ്റ്റ് ആണ് ഈ ഒരു ക്ഷേത്രം നമ്മൾ കാണാനിറങ്ങിയത്. ഇത് ഹംപിയിലെ ഏറ്റവും പുരാതനവും ഇപ്പോഴും വിശ്വാസികൾ വരുന്നതുമായ ക്ഷേത്രമാണ്. ഇതിൻ്റെ പേര് വിരുപക്ഷ ക്ഷേത്രം എന്നാണ്. ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് 7ാം നൂറ്റാണ്ടിലാണ്. ഇത് തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതും യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹംപിയിലെ സ്മാരകങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ ഒരു ക്ഷേത്രവും. ഇതൊരു ശിവക്ഷേത്രമാണ്. ഹംപിയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഒരു ക്ഷേത്രം. ഇത് നൂറ്റാണ്ടുകളായി ഇപ്പോഴും പുണ്യസ്ഥലമായി, ഏറ്റവും പവിത്രമായ ഒരു പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ വിരുപക്ഷ ക്ഷേത്രം. ഹംപിയിലെ ചുറ്റുമുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ ഇത് ഇന്നും കേടുകൂടാതെയാണ് ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് തുംഗഭദ്ര നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തുംഗഭദ്ര നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രാദേശിക ദേവതയായ പമ്പാദേവിയുടെ പതിയായ വിരുപാക്ഷ അല്ലെങ്കിൽ പമ്പാപതി എന്നറിയപ്പെടുന്ന ശിവന് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ക്ഷേത്രം. ഏകദേശം ഈ ക്ഷേത്രം 7ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ നിലനിന്ന് വരുന്നതാണ്. വിജയനഗര തലസ്ഥാനം ഇവിടെ സ്ഥിതി ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ വിരുപക്ഷ പമ്പ സങ്കേതം നിലനിന്നിരുന്നതായി ചരിത്രരേഖകൾ കാണാം. 7ാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ ക്ഷേത്രമായി ആരംഭിച്ച ഈ ഒരു ക്ഷേത്രം പിന്നീട് വിജയനഗര ഭരണാധികാരികളുടെ കീഴിൽ ഒരു വലിയ സമുച്ചയമായി വളർന്നു. ചാലൂക്യൻ, ഹൊയ്സാല കാലഘട്ടങ്ങളുടെ അവസാനത്തിൽ ക്ഷേത്രത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതായി തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഹംപിയിലുള്ള ഏകദേശം എല്ലാ ക്ഷേത്രങ്ങളും വിജയനഗര കാലഘട്ടത്തിലാണ് സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഹംപിയിലെ മറ്റുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഈ ഒരു ക്ഷേത്രം നമ്മൾ രാത്രിയാണ് സന്ദർശിക്കാനെത്തിയത്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ വളരെ ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ എല്ലാ ഇടങ്ങളിലും ഒരു ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പഴയകാല ഷോപ്പുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും. ആ കാണുന്നതൊക്കെ പഴയകാല മാർക്കറ്റുകളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ്. ഇത് ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും ഏകദേശം കുറച്ച് ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. മറ്റുള്ള വീഡിയോസിൽ അത്ര ഈ നൈറ്റ് ആയതിൻ്റെ പേരിൽ അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.